ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. കിഡ്നിയിൽ കട്ടിയിൽ രൂപപ്പെടുന്നതും പിന്നീട് മൂത്രനാളിയിലേക്ക് ഇവ സഞ്ചരിച്ച് മൂത്രസംബന്ധമായ പ്രശ്നങ്ങൾ ഒരു വ്യക്തിയിൽ രൂപപ്പെടുമ്പോഴാണ് ആ വ്യക്തിക്ക് കിഡ്നി സ്റ്റോൺ ആണെന്ന് പറയുന്നത്. ഇത്തരത്തിൽ രൂപപ്പെടുന്ന കിഡ്നി സ്റ്റോൺ മൂത്രാശയത്തിലേക്ക് സഞ്ചരിക്കുമ്പോഴെല്ലാം രോഗികൾക്ക് കടുത്ത വേദന അനുഭവപ്പെടാറുണ്ട്. അതേപോലെ മൂത്രമൊഴിക്കുമ്പോഴും കടുത്ത വേദനയായിരിക്കും. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കിഡ്നി സ്റ്റോൺ പ്രാരംഭത്തിൽ തന്നെ ശ്രദ്ധിച്ചാൽ വളരെ നാച്ചുറലായി മാറ്റിയെടുക്കാം. കിഡ്നി സ്റ്റോൺ മാറ്റിയെടുക്കാൻ ഈ പറയുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. 1. നന്നായി വെള്ളം കുടിക്കുക. നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം നടക്കുന്നത് വഴി കിഡ്നി സ്റ്റോൺ രൂപപ്പെടുന്നതിന് ഒരു കാരണമാണ്. ആരോഗ്യമുള്ള ഒരു വ്യക്തി ഒരു ദിവസം 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. എന്നാൽ കിഡ്നി സ്റ്റോൺ ഉള്ള വ്യക്തികൾ ഒരു ദിവസം 12 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുന്നത് സ്റ്റോൺ റിമൂവ് ചെയ്യുന്നതിന് സഹായിക്കും. ഇത് ശരീരത്തിൽ നിർജ്ജലീകരണം ഇല്ലാതാക്കുന്നതിനും പുതിയ സ്റ്റോൺ രൂപപ്പെടാതിരിക്കാൻ സഹായിക്കുന്നതിനും ഉള്ളത് പുറം തള്ളുന്നതിനും സഹായിക്കുന്നു. 2. ആപ്പിൾ സൈഡർ വിനേഗർ. ആപ്പിൾ സൈഡർ വിനേഗറിൽ അസറ്റിക് ആസിഡ് അടങ്ങിയിരിക്കുന്നതിനാൽ കിഡ്നി സ്റ്റോൺ ഇല്ലാതാക്കുന്നതിന് ഇത് വളരെയധികം ഫലപ്രദമായ ഹോം റെമഡിയാണ്. മാത്രവുമല്ല, രോഗികളിൽ സ്റ്റോൺ മൂലം അനുഭവപ്പെടുന്ന കടുത്ത വേദന കുറയ്ക്കുന്നതിനും ഇതുപയോഗിക്കുന്നത് മൂലം സാധിക്കും. കൂടാതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ആപ്പിൾ സൈഡർ വിനേഗർ ഉപയോഗിക്കുകയാണെങ്കിൽ സ്റ്റോൺ രൂപപ്പെടുന്നത് തടയുന്നതിനും സഹായിക്കുന്നു. കിഡ്നി സ്റ്റോൺ മാറുന്നതിന് ആപ്പിൾ സൈഡർ വിനേഗർ ഈ പറയുന്ന രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്. തിളപ്പിച്ചാറിയ വെള്ളം 6 മുതൽ 8 ഔൺസ് വരെ എടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ആപ്പിൾ സൈഡർ വിനേഗർ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക, കുടിക്കുക. 8 ഔൺസിൽ കൂടുതൽ ഇത് ശരീരത്തിൽ ചെല്ലുന്നത് നല്ലതല്ല. അതുകൊണ്ട് നിർദ്ദേശിച്ച അളവിൽ മാത്രം ഉപയോഗിക്കുക. കൂടാതെ സാലഡുകളിലുമൊക്കെ ആപ്പിൾ സൈഡർ വിനേഗർ ഒഴിച്ച് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. 3. നാരങ്ങ വെള്ളം. ആപ്പിൾ സൈഡർ വിനേഗർ പോലെ തന്നെ നല്ല നാരങ്ങ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്നതും കിഡ്നി സ്റ്റോൺ റിമൂവ് ചെയ്യുന്നതിന് വളരെ നല്ലതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന സിട്രിക് ആസിഡ് ശരീരത്തിൽ കാൽഷ്യം സ്റ്റോൺസ് രൂപപ്പെടുന്നത് തടയുന്നതിന് സഹായിക്കുന്നു. കൂടാതെ ഇത്തരത്തിൽ രൂപപ്പെടുന്ന കല്ലുകളെ ഇല്ലാതാക്കുവാനും നാരങ്ങയ്ക്ക് ശേഷിയുണ്ട്. കൂടാതെ ഇത് കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് വൈറ്റമിൻ സി ലഭിക്കുന്നതിനിടയാവുകയും ചെയ്യും. 4. സെലറി. സെലറി ജ്യൂസ് കുടിക്കുന്നതും അല്ലെങ്കിൽ അതേപോലെ തന്നെ സെലറി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതുമെല്ലാം ശരീരത്തിലെ ടോക്സിൻസ് പുറംതള്ളുന്നതിന് വളരെ സഹായകമാണ്. അതുകൊണ്ട് തന്നെ ഇത് കിഡ്നി സ്റ്റോൺ രൂപപ്പെടുന്നത് തടയുന്നതിനും സഹായിക്കുന്നു. അതിനാൽ കിഡ്നി സ്റ്റോൺ ഉള്ളവർ കിഡ്നി സ്റ്റോൺ പോകുന്നതിന് സെലറി ജ്യൂസായോ അല്ലെങ്കിൽ സാലഡിൽ ഉൾപ്പെടുത്തിയോ കഴിക്കാം. 5. മാതള നാരങ്ങ. നമ്മുടെ കിഡ്നിയുടെ എല്ലാ പ്രവർത്തനവും കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് മാതള നാരങ്ങ. ഇത് ശരീരത്തിലടങ്ങിയിരിക്കുന്ന ടോക്സിൻസും അതേപോലെ സ്റ്റോൺസും എല്ലാം നീക്കം ചെയ്യുന്നതിന് ഉത്തമമാണ്. നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആയതിനാൽ തന്നെ മാതള നാരങ്ങ ഉപയോഗിക്കുന്നതിലൂടെ കിഡ്നിയുടെ ആരോഗ്യം ഉറപ്പാക്കുന്നതിനും സഹായിക്കും. മാത്രമല്ല, എന്നും മാതള നാരങ്ങ കഴിക്കുന്നവരിൽ കിഡ്നി സ്റ്റോൺ രൂപപ്പെടുന്നതിനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യും. 6. വെണ്ടയ്ക്ക. നമ്മൾക്ക് സുലഭമായി ലഭിക്കുന്ന ഒരു പച്ചക്കറിയാണ് വെണ്ടയ്ക്ക. കടകളിൽ നിന്നായാലും വീട്ടിൽ നട്ടു വളർത്തിയാലും നമുക്ക് ഇവ ലഭ്യമാക്കാവുന്നതാണ്. നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും സ്കിന്നിനുമെല്ലാം ഉപകാരപ്പെടുന്ന വെണ്ടയ്ക്ക കിഡ്നി സ്റ്റോൺ ഇല്ലാതാക്കുന്നതിന് വളരെ നല്ലതാണ്. ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിരിക്കുന്നതിനാൽ കിഡ്നിയുടെ ആരോഗ്യത്തിനും മഗ്നീഷ്യത്തിൻ്റെ സാന്നിധ്യവും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുമെല്ലാം കിഡ്നി സ്റ്റോൺ ഇല്ലാതാക്കുന്നതിന് അതുപോലെ തന്നെ കിഡ്നി സ്റ്റോൺ വരാതിരിക്കുന്നതിനുമൊക്കെ സഹായിക്കുന്നവയാണ്. അതുകൊണ്ട് കിഡ്നി സ്റ്റോൺ ഉള്ളവർ കിഡ്നി സ്റ്റോൺ പൂർണ്ണമായി ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നതിന് ഡെയിലി ഡയറ്റിൽ വെണ്ടയ്ക്ക ഉൾപ്പെടുത്തുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ പറഞ്ഞ എല്ലാ ഭക്ഷണങ്ങളും കിഡ്നി സ്റ്റോൺ പെട്ടെന്ന് തന്നെ പുറന്തള്ളപ്പെടാൻ സഹായിക്കുന്നവയാണ്. കിഡ്നി സ്റ്റോൺ ഉണ്ടെന്ന് മനസ്സിലായാൽ പെട്ടെന്ന് തന്നെ, അതായത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ പറഞ്ഞ ഹോം റെമഡീസും ഭക്ഷണങ്ങളുമെല്ലാം നിങ്ങൾ കൃത്യമായി കഴിക്കുകയാണെങ്കിൽ സർജറിയോ മരുന്നോ കൂടാതെ കിഡ്നി സ്റ്റോൺ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടാൻ സഹായിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.